വിരിഞ്ഞാട് വിദ്യാർത്ഥികളെ യാത്രക്കാരെ സുഖമായൊരു കടുത്തുരുത്തി കടുത്തുരുത്തി പോലീസ് നമ്മുടെ നാടിന് അപമാനം നമ്മുടെ നാടിന് അപമാനം ലാത്തിച്ചാർജും വെടിവെപ്പും ലാത്തിച്ചാർജും വെടിവെപ്പും കള്ളക്കേസും ജയിലറിയും കള്ളക്കേസും ജയിലറിയും പണ്ടും ഞങ്ങൾ കണ്ടവരാണ് പണ്ടും ഞങ്ങൾ കണ്ടവരാണ് വെറുതെ ഞങ്ങളെ പേടിപ്പിക്കല്ലേ പോലീസെങ്കിൽ അവരെ ഞങ്ങൾ മാനിക്കും കാക്കിക്കുള്ളിൽ ഗുണ്ടകളെങ്കിൽ അനുവദിക്കുകയില്ല ഞങ്ങൾ നാണം കെട്ടൊരു കടുത്തുരുത്തി എസ്ഐ വിദ്യാർത്ഥികളെ തെരുവിൽ തല്ലി യാത്രക്കാരെ തെരുവിൽ തല്ലി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സൗ പി വി സുനിൽ സൗ കെ യു വർഗീസ് സൗ വി കെ സുരേഷ് കുമാർ മറ്റു പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ സ്നേഹനിധികളായ നാട്ടുകാരെ നമ്മുടെ കടുത്തുരുത്തിക്ക് പരിചിതമല്ലാത്ത ചില ഗുണ്ടായിസ നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ കടുത്തുരുത്തിയിലെ പോലീസ് പെരുമാറുന്നത്. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇന്നലെ കേരളത്തിലാകെ പോളിടെക്നിക് യൂണിയനിലേക്ക് തെരഞ്ഞെടുപ്പ് ₹3.32 വർദ്ധിപ്പിച്ചത് ടാക്സ് അടക്കം. ഇതിന്നലെ ആദ്യമുണ്ടായ ഒരു സംഭവമല്ല. ഈ കഴിഞ്ഞ 15 മാസക്കാലത്തിനിടയ്ക്ക് UPA ഗവൺമെന്റ് പെട്രോളിന്റെ വില 15 ഏതോ ഒരു വൃത്തികെട്ട കേസിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്തതിന് മറ്റൊരു SIയെ അപ്പൊ തന്നെ MLA ഇടപെട്ട് സ്ഥലം മാറ്റി. പകരം വന്ന SI ആണ് ജയേഷൻ ഇവിടെ സൂചിപ്പിച്ച കള്ളുകുടിയനായ SI. ഒരുപക്ഷെ അയാൾ ഇവിടെ നിൽക്കുകയാണ് ക്രമസമാധാനം പാലിക്കാൻ. പക്ഷെ ഇന്നലത്തെ പോലെ ഇവിടെ തെമ്മാടിത്തരം എല്ലാ കാലത്തും തുടരുമെന്ന് കാക്കിയുടപ്പെട്ട ഉദ്യോഗസ്ഥൻ ധരിക്കരുത്. അങ്ങനെ ധരിക്കുന്നത് അയാൾക്ക് തന്നെ അപകടം ആണ് എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പോലീസിനെയൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പോലീസിന്റെ വീര്യം എവിടെയെന്നതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസുകാർക്ക് എവിടുന്നോ ഒരു വീര്യം കിട്ടിയതായി നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു സംഭവമാണ്, ഒരു ഉദാഹരണമാണ് ഇന്നലെ കടുത്തുരുത്തിയിൽ നടന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കകം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ ട്രാൻസ്ഫറായി വരുന്ന 3ാമത്തെ SI ആണ് ഇപ്പോൾ ഇരിക്കുന്ന മദ്യപനായ SI.